കാഴ്ചയുടെ വസന്തമൊരുക്കി മുണ്ടക്കയം വേങ്ങക്കുന്നിൽ കുഴിപ്പറമ്പിൽ KM പുരുഷോത്തമന്റെ വീട്ടുമുറ്റത്താണ് അപൂർവമായി മാത്രം കാണുന്ന മണിമുല്ല നിറച്ച പൂവിട്ട് നിൽക്കുന്നത്. മഞ്ഞുകാലത്ത് മാത്രം പൂവിടുന്ന ഇനം ചെടി സാധാരണയായി ഡിസംബറിലാണ് പൂക്കുന്നത്. വള്ളികളായി പടരുന്ന ഈ ചെടിക്ക് നാഗവള്ളി മുല്ല എന്നും പേരുണ്ട്. വള്ളികളിലാകെ വിരിയുന്ന നൂറുകണക്കിന് പൂക്കൾ നിരവധി പൂമ്പാറ്റകളെയും വണ്ടുകളെയും തേനീച്ചകളെയും ആകർഷിക്കുന്നുണ്ട്. കർണാടകയിലെ തന്റെ കൃഷിയിടത്തിൽ നിന്നുമാണ് തൈ കൊണ്ടുവന്ന വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം മണിമുല്ല പൂത്തെങ്കിലും ഇത്ര വ്യാപകമായി പൂക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ഈ മണിമുല്ല നിറഞ്ഞു പൂത്തിരിക്കുകയാണ്. പൂക്കളുടെ വസന്തം ഈ പ്രദേശത്താകെ പടർന്നിരിക്കുകയാണ്. നിരവധി തേനീച്ചകളും പറവകളും കൂട്ടമായി പൂക്കൾക്ക് അരികെ പാറി നിൽക്കുന്നത് നയനമനോഹര കാഴ്ചയും മുല്ലപ്പൂവിന്റെ പരിമളം മനസ്സിന് സന്തോഷവും നൽകുന്ന അന്തരീക്ഷമാണ് സമ്മാനിക്കുന്നത്. നിരവധി പേരാണ് പരിമളത്തിനൊപ്പം കാഴ്ചയുടെ വസന്തം വിരിഞ്ഞു നിൽക്കുന്ന മണിമുല്ല കാണുവാൻ എത്തുന്നതെന്ന് പുരുഷോത്തമൻ പറയുന്നു. ഈ ചെടിയുടെ പേര് മണിമുല്ല എന്നാണ്. ഞാനിത് കർണാടകയിൽ കുറച്ചു കാലം കൃഷിക്ക് പോയിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് അപൂർവമായിട്ട് കേരളത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഷത്തിലൊരു തവണയാണ് ഇത് പൂക്കുന്നത്. നല്ല സുഗന്ധമാണ്. അതുപോലെ തന്നെ പൂമ്പാറ്റകൾ തേനീച്ചകളൊക്കെ കൂട്ടമായിട്ട് വന്ന് ഇതിൽ കൂടുന്നുണ്ട്. നല്ല സുഗന്ധവും നല്ല ഭംഗിയുമാണ്. ഇത് വർഷത്തിലൊരു തവണയാണ് പൂക്കുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇത് പൂക്കും. പൂത്താൽ ഒരാഴ്ച കാലമൊക്കെ കണ്ടിന്യൂ കുറച്ച് പൂത്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ തൈ ആവശ്യക്കാർക്ക് നമ്മൾ ഇതിൻ്റെ ലെയർ ബഡ് ചെയ്താണ് ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്ന ആവശ്യക്കാർക്ക് നമ്മൾ തൈ വിതരണം ചെയ്യുന്നുണ്ട്. 2-3 ദിവസം മാത്രമേ മണിമുല്ലകളുടെ പൂ വിരിഞ്ഞു നിൽക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. സാധാരണ മുല്ലകളുടെ തണ്ട് മുറിച്ച് നട്ടാൽ കൂടുതൽ മുല്ലത്തൈകൾ നട്ടു വളർത്താം. എന്നാൽ മണിമുല്ലകൾക്ക് തണ്ട് റൂട്ട് ചെയ്താലേ തൈകൾ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുകയുള്ളൂ. ആവശ്യക്കാർ ഏറിയതോടെ പുരുഷോത്തമൻ റൂട്ട് ചെയ്ത മണിമുല്ലകളുടെ തൈകളും വിൽക്കുന്നുണ്ട്. വീടിനോട് ചേർന്ന നിരവധി പൂക്കളും ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു കർഷകൻ കൂടിയാണ് പുരുഷോത്തമൻ. വീടിനോട് ചേർന്നുള്ള 9 സെന്റ് സ്ഥലത്ത് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പുരുഷോത്തമനും ഭാര്യയും വിജയമ്മയും ചേർന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.